കരിക്കട്ട പോലെ ഇരിക്കണേ. എന്നിട്ട് അവനും പെണ്ണ്. എന്റെ കാര്യം ആലോചിക്കുമ്പോഴാ പേടിപ്പിച്ചു കളഞ്ഞു. ഈ പണ്ടാറപ്പല്ല് പിന്നെ പൊന്തിയോ? ഏയ് ഇല്ല, 2 ഇഞ്ച് താഴ്ന്നിട്ടുണ്ട്. പുഴയില് വെള്ളായിരിക്കും. ഹലോ, എന്താ കുഞ്ഞ ഒറ്റയ്ക്കിരുന്ന് സൗന്ദര്യം കാണുക? ഇന്നലെ ഫേഷ്യൽ ചെയ്യാൻ മറന്നു, അതുകൊണ്ട് ചെറിയൊരു കരിവാളിപ്പ്. ലക്ഷ്മി കുഞ്ഞിന് സുഖം തന്നെയല്ലേ? അച്ഛന് സമയാസമയങ്ങളിൽ കള്ളമാരൊക്കെ കിട്ടുന്നുണ്ടോ? ഞാനൊരു ഫോൺ ചെയ്തോട്ടെ. വിളിച്ചോളൂ. വീട്ടിലെ ഫോൺ തകരാറിലായി കാണുമല്ലേ? കുത്തിക്കോളൂ. ഹലോ, ഞാനാ. ഇന്നലെ നീ എവിടെയായിരുന്നു? ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? എല്ലാം കുഴപ്പമായി. ആ കോളേജിൽ നിന്ന് അച്ഛൻ എന്റെ TC വാങ്ങി എന്റെ വിമൻസ് കോളേജ് കൊണ്ടുപോയി ചേർത്തു. ഇനി ഞങ്ങളുടെ ഈ ജംഗ്ഷനിൽ നിന്ന് കോളേജ് ബസ് കയറിയാ നേരെ കോളേജിനകത്ത് ചെന്നിറങ്ങണം. ഇനി പഴയ പോലെ കാണാൻ പറ്റുമെന്ന് തോന്നില്ല. നിന്നെ ഏത് നരകത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും പ്രസാദിന് കാണണമെന്ന് തോന്നിയാ കണ്ടിരിക്കും. ദേ, കോളേജിൽ വന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യരുത്. അപ്പൊ ഇനി മുതൽ നിന്നെ കാണാൻ സംസാരിക്കുന്നു വേണ്ടെന്നാണോ? അയ്യോ, ദേഷ്യപ്പെടല്ലേ. ഞാൻ എന്നും ഇതുപോലെ അങ്ങോട്ട് വിളിച്ചോളാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു നമ്പർ തരാം. ഒരു മിനിറ്റ്, ഇവിടുത്തെ നമ്പർ ഞാൻ ഒരാൾക്ക് കൊടുക്കട്ടെ? കൊടുത്തോളൂ. ഇതൊരു STD ബൂത്തിലെ നമ്പറാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടുത്തെ ആളെ ഒന്ന് പരിചയപ്പെടുത്താം. ഹലോ, എല്ലാവരും എന്നെ വിളിക്കുന്ന കുഞ്ഞെന്നാ, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. താൻ തന്നെ എന്തെങ്കിലും വിളിക്കേ. അവിടുത്തെ നമ്പർ പറയും. 33415. രാവിലെ 8:30 മണിയോടെ ഇവിടെ വിളിച്ചാൽ മതി. എന്ത് മെസ്സേജ് ഉണ്ടെങ്കിലും ഞാൻ പാസ് ചെയ്തോളാം. പിന്നെ ഇതിന്റെ ഇടയിൽ ഞാനുള്ള വിവരം അദ്ദേഹം അറിഞ്ഞാ എന്റെ ഷേപ്പ് മാറ്റും. ഇപ്പൊ തന്നെ ദൈവം ഷേപ്പ് മാറ്റാ വിട്ടിരിക്കുന്നേ. ഇന്നെ ഷേപ്പ് മാറിയാ ചിലപ്പോ പരിചയക്കാരും അല്ലെന്നെ തിരിച്ചറിയൂല. ആരറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഞാനെന്നും വിളിക്കും. വിളിച്ചാൽ ലക്ഷ്മി എനിക്ക് കിട്ടിയിരിക്കണം. മനസ്സിലായല്ലോ? ആള് ഭയങ്കര ചൂടനാ. നിങ്ങളെ ഞങ്ങളെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ എന്തൊന്ന് താങ്ക്സ്? ഇതൊക്കെ എനിക്കൊരു ത്രില്ലാ.